എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കേട്ടുവളർന്ന സൃഷ്ടിയുടെ കഥയുണ്ടല്ലോ, ആ കഥയെ തലകീഴായി നിർത്തുന്ന ഒരുപാട് വിവാദങ്ങളുണ്ടാക്കിയ ഒരു പുരാതന ഗ്രന്ഥമുണ്ട്. അതാണ് യോഹന്നാന്റെ രഹസ്യപുസ്തകം. ഇന്ന് നമ്മൾ ആഴത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. അപ്പോ നമുക്ക് ഈ പുസ്തകത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദാമിനെയും ഹൗവയെയും വിലക്കപ്പെട്ട പഴം കഴിക്കാൻ പ്രേരിപ്പിച്ചത് ആരാണെന്നറിയാമോ? ഈ പുസ്തകത്തിൽ രക്ഷകൻ, അതായത് ജീസസ് പറയുകയാണ്, ഞാനാണ് അവരെ കൊണ്ടത് കഴിപ്പിച്ചത് എന്ന്. ഒന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോ എന്തായിരിക്കും ഇതിന്റെയൊക്കെ അർത്ഥം? മനുഷ്യന്റെ പതനത്തെക്കുറിച്ചുള്ള ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കഥ സത്യത്തിലൊരു വിമോചനത്തിന്റെ കഥയായിരുന്നെങ്കിലോ? ഈ നോസ്റ്റിക് സുവിശേഷം നമ്മളോട് അതാണ് ചോദിക്കുന്നത്. അതായത്, നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങൾക്കുമപ്പുറം ഒരു രഹസ്യമായ അറിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു പുരാതന ചിന്താധാരയാണിത്. ഏദൻ തോട്ടത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചതെല്ലാം ശരിയാണോ എന്ന് ഈ ഗ്രന്ഥം നമ്മളെക്കൊണ്ട് ചിന്തിപ്പിക്കും. ഈ പുസ്തകം മുന്നോട്ടുവയ്ക്കുന്ന ആശയങ്ങൾ കേട്ടാല് ശരിക്കും ഞെട്ടിപ്പോകും. ഒന്നാമതായി, ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവമെന്ന് നമ്മൾ കരുതുന്നയാൾ യഥാർത്ഥത്തിൽ അപൂർണനും അജ്ഞനുമായിരുന്നു. പഴയകാല പ്രവാചകന്മാർക്ക് പോലും പൂർണ്ണമായ അറിവുണ്ടായിരുന്നില്ല. ഏദൻ തോട്ടത്തിലെ ജീവന്റെ വൃക്ഷം അതൊരു കെണിയായിരുന്നത്രേ. പിന്നെ അറിവിന്റെ വൃക്ഷം അതാകട്ടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള താക്കോലുമായിരുന്നു. അതായത്, ഈ പുസ്തകം പറയുന്നത് നമ്മുടെ ഈ ലോകം തന്നെ ഒരു വലിയ തെറ്റിൽ നിന്ന് സംഭവിച്ചതാണെന്നാണ്. പക്ഷേ രക്ഷപ്പെടാനുള്ള വഴി നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ടായിരുന്നു. അത് നമ്മൾ തിരിച്ചറിയണമായിരുന്നു എന്ന് മാത്രം. ശരി, അപ്പം നമുക്ക് ഈ കഥയുടെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഇത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ ആദ്യം നമ്മൾ ഇതിലെ വില്ലനെ പരിചയപ്പെടണം. അതായത്, ഈ കഥയിലെ സ്രഷ്ടാവായ ദൈവത്തെ. ഇയാളുടെ പേരാണ് യെൽദബൌത്ത്, അല്ലെങ്കിൽ ഡെമിയർജ്. അരാജകത്വത്തിന്റെ ശിശു എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. സംഭവം എന്താന്ന് വെച്ചാൽ, യഥാർത്ഥ ദൈവത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ സോഫിയ അഥവാ ജ്ഞാനമെന്നറിയപ്പെടുന്ന അമ്മയിൽ നിന്ന് അജ്ഞതയിൽ ജനിച്ച ഒരു ചെറിയ ദൈവമാണ് ഇയാൾ. താൻ ഒറ്റയ്ക്കാണെന്നും താനാണ് ഏറ്റവും വലിയവനെന്നും വിശ്വസിച്ച് യെൽദബൌത്ത് പ്രഖ്യാപിക്കുകയാണ്, ഞാൻ അസൂയാലുമായ ദൈവമാണ്, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. അങ്ങനെയാണ് ഈ ഭൗതിക ലോകമുണ്ടാകുന്നത്. പക്ഷെ ഓർക്കണം, ഇയാൾ യഥാർത്ഥ ദൈവമല്ല, മറിച്ച് ഈ ലോകമെന്ന തടവറയുടെ ഒരു ജയിൽ വാർഡൻ മാത്രമാണ്. അതും അഹങ്കാരിയും അജ്ഞനുമായല്ലോ വാർഡൻ. അപ്പോ ഇവിടെ ഒരു ഗംഭീര ട്വിസ്റ്റ് നടക്കുന്നുണ്ട്. യെൽദബയോത്ത് ആദ്യം ജീവനില്ലാത്ത ഒരു രൂപമായി ആദാമിനെ ഉണ്ടാക്കുന്നു. അപ്പോ യഥാർത്ഥ ദൈവത്തിന്റെ ആളുകൾ വന്നിട്ട് ഒരു സൂത്രം കാണിച്ചു. അവർ യെൽദബയോത്തിനെ കൊണ്ടുതന്നെ ആദാമിലേക്ക് അവന്റെ ആത്മാവ് ഓദിപ്പിച്ചു. പക്ഷെ യെൽദബയോത്തിന് ഒരു കാര്യം അറിയില്ലായിരുന്നു. ആ ഊതിയ ആത്മാവ് ശരിക്കും അവന്റെ സ്വന്തം അമ്മയായ സോഫിയിൽ നിന്ന് അവൻ അറിയാതെ കിട്ടിയ ദൈവിക ശക്തിയായിരുന്നു. അതോടെ ആദാം ഉണർന്നു, സ്വന്തം സൃഷ്ടാവിനേക്കാൾ അറിവുള്ളവനായി മാറി. ഇത് കണ്ട് യെൽദബയോത്തിന് കലശലായ അസൂയ തോന്നി. അപ്പോ ഈ അസൂയയാണ് ഏദൻ തോട്ടത്തിലെ എല്ലാ നാടകങ്ങൾക്കും തുടക്കം കുറിക്കുന്നത്. നമ്മൾ കേട്ടറിഞ്ഞ ഏദൻ തോട്ടമല്ല ഇത്, മറിച്ച് വളരെ തന്ത്രപരമായി ഒരുക്കിയ ഒരു കെണിയായിരുന്നു ആ തോട്ടം എന്നാണ് ഈ പുസ്തകം പറയുന്നത്. ഇവിടെയാണ് കഥ ശരിക്കും മാറിമറിയുന്നത്. നോക്കൂ, 2 മരങ്ങളുണ്ട്. ഒന്ന് ജീവന്റെ വൃക്ഷം, ഇത് യെൽദബോവത്തിന്റെ മരമാണ്. ഇത് യഥാർത്ഥത്തിൽ വഞ്ചനയുടെയും മരണത്തിന്റെയും ഒരു കെണിയാണ്. എന്നാൽ രണ്ടാമത്തേത് അറിവിന്റെ വൃക്ഷം, അത് സോഫിയയുടെ മരമാണ്. അതാണ് ജ്ഞാനോദയത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കുമുള്ള വഴി. അതായത്, നമ്മൾ നല്ലതെന്ന് കരുതിയ മരം ചീത്തയും ചീത്തയെന്ന് കരുതിയ മരം നല്ലതുമായിരുന്നു. രക്ഷകൻ വിലക്കിയത് ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കുന്നതാണ്. കഴിക്കാൻ പറഞ്ഞതോ അറിവിന്റെ വൃക്ഷത്തിൽ നിന്നും. എല്ലാം തലകീഴായി അല്ലേ? അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, എന്തിനാണ് രക്ഷകൻ ഇങ്ങനെയൊരു കാര്യം ആവശ്യപ്പെട്ടത്? ഉത്തരം വളരെ ലളിതമാണ്. അത് യഥാർത്ഥത്തിലൊരു വിമോചനത്തിനുള്ള ആഹ്വാനമായിരുന്നു. ആദാമിനും ഹവ്വയ്ക്കും തങ്ങളുടെ ഉള്ളിലൊരു ദൈവിക അംശമുണ്ടെന്നും അവരെ സൃഷ്ടിച്ച യെൽദബൌത്ത് ഒരു അപൂർണനായ ദൈവമാണെന്നും മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു വഴിയായിരുന്നു അത്. അതൊരു ധിക്കാരമായിരുന്നു, അതെ, പക്ഷെ അതൊരു വിമോചന പ്രവൃത്തി കൂടിയായിരുന്നു. പക്ഷേ ഈ ഉണർവിന് വലിയൊരു വില കൊടുക്കേണ്ടി വന്നു. തന്റെ കൽപ്പന ലംഘിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കിയ യെൽദബൌത്ത് വെറുതെ ഇരുന്നില്ല. മനുഷ്യരാശിയെ എന്നേക്കുമായി ഒരു തടവറയിലാക്കാൻ അവനൊരു പുതിയ പദ്ധതി തയ്യാറാക്കി. അങ്ങനെയാണ് നമ്മൾ ഈ കാണുന്ന ഭൗതിക ലോകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടത്. നമ്മുടെ ശരീരത്തെ ഒരു ശവകുടീരമെന്നാണ് ഈ പുസ്തകം വിശേഷിപ്പിക്കുന്നത്. അതിൽ നമ്മളെ ബന്ധിച്ചു, പോരാത്തതിന് ആഗ്രഹങ്ങളും അജ്ഞതയും നിറഞ്ഞ ഒരു കൃത്രിമാത്മാവിനെ നമ്മളിൽ കുടിയിരുത്തി. ഏറ്റവും ക്രൂരമായ കാര്യമെന്തെന്നാൽ, നമ്മളെ മറവിയുടെ ജലം കുടിപ്പിച്ചു. അതോടെ നമ്മൾ ആരായിരുന്നു, എവിടെ നിന്ന് വന്നു എന്നെല്ലാം മറന്നുപോയി. നോസ്റ്റിക് വിശ്വാസമനുസരിച്ച് ഇങ്ങനെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും ഈ ചക്രത്തിൽ കുടുങ്ങിപ്പോയത്.
ഓരോ ജന്മത്തിലും നമ്മുടെ യഥാർത്ഥ ദൈവീക സ്വഭാവം നമ്മൾ മറന്നുകൊണ്ടേയിരുന്നു. ഈ കഥയിലെ ഏറ്റവും ഭീകരമായ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ലോകത്ത് തിന്മ എങ്ങനെ വന്നോ എന്നതിനെക്കുറിച്ച് ഈ പുസ്തകം പറയുന്നതിങ്ങനെയാണ്. എൽദബോത്ത് ഹവ്വയെ കീഴ്പ്പെടുത്തുകയും അതിലൂടെ കയീൻ, ആബെൽ എന്നീ പുത്രന്മാർ ജനിക്കുകയും ചെയ്തു. അതായത് ലൈംഗികമായ ആഗ്രഹങ്ങളും ഒരു ദുഷിച്ച പാരമ്പര്യവും മനുഷ്യനെ ഈ ഭൗതിക ലോകത്ത് തന്നെ പിടിച്ചു നിർത്താനുള്ളൊരു മാർഗമായിട്ടാണിവിടെ അവതരിപ്പിക്കുന്നത്. ശരി, ഇത്രയും ഇരുണ്ട കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞു. ഇനി നമുക്ക് ഈ പ്രപഞ്ച നാടകത്തിന്റെ ക്ലൈമാക്സിലേക്ക് പോകാം. ഇതെല്ലാം എങ്ങനെയാണ് ഒരു പ്രത്യാശയുടെ സന്ദേശത്തിൽ അവസാനിക്കുന്നതെന്ന് നോക്കാം. അപ്പോ ഈ കഥ ഒരു ശാപകഥയല്ല, മറിച്ച് ഒരു രക്ഷാദൗത്യത്തിന്റെ കഥയാണ്. മനുഷ്യരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി, അവർ ആരാണെന്ന് പറഞ്ഞുകൊടുക്കാൻ വേണ്ടി രക്ഷകൻ ഈ ലോകമെന്ന തടവരയിലേക്ക് തന്നെ ഇറങ്ങിവരുന്നു. ഇരുട്ടിൽ നഷ്ടപ്പെട്ടുപോയ ആ പ്രകാശത്തിന്റെ ചെറിയ അംശങ്ങളെ തേടിവരുന്ന ഒരു രക്ഷകൻ. രക്ഷകന്റെ സന്ദേശം വളരെ ലളിതവും ശക്തവുമാണ്. കേൾക്കുന്നവൻ ഗാഢനിദ്രയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. അതായത്, ഈ അജ്ഞതയുടെ ഉറക്കത്തിൽ നിന്ന് നിങ്ങൾ ഉണരൂ, നിങ്ങൾ ശരിക്കും ആരാണെന്ന് ഓർത്തെടുക്കൂ. അപ്പോ എങ്ങനെയാണ് ഈ സ്വാതന്ത്ര്യം നേടാനാവുക? അതിനുള്ള വഴിയാണ് ഗ്നോസിസ്. അതായത് ദൈവികതയെക്കുറിച്ച് നമുക്ക് നേരിട്ട് ലഭിക്കുന്ന വ്യക്തിപരമായ അറിവ്. ഈ പുസ്തകം പറയുന്നത് ആദാമിന്റെ ശരിയായ മകനായ സേത്തിന്റെ പിൻഗാമികൾ, അചഞ്ചലമായ വംശമെന്ന് വിളിക്കുന്നവർ, അവർ രക്ഷിക്കപ്പെടുമെന്നാണ്. പക്ഷെ മറ്റുള്ളവർക്കോ? അവർക്കും വഴിയുണ്ട്. ഉള്ളിലുള്ള ആ കൃത്രിമ ആത്മാവിനെ അതിജീവിച്ച് സ്വയം ശുദ്ധീകരിക്കുന്നതിലൂടെ ആർക്കും രക്ഷ നേടാം. ഈ അറിവ് ലഭിക്കുന്നില്ലെങ്കിൽ ആത്മാക്കൾ വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും ഈ തടവരയിൽ തന്നെ കുടുങ്ങിക്കിടക്കും. അപ്പോ രക്ഷയെന്നത് വെറുമൊരു വിശ്വാസമല്ല, മറിച്ച് അറിവിലൂടെയും ആത്മശുദ്ധീകരണത്തിലൂടെയും നേടേണ്ട ഒന്നാണ്. അപ്പോ അവസാനം ഈ പുസ്തകം നമ്മളോട് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. നമ്മുടെ ഈ ലോകം മറവിയുടെ ഒരു തടവറയാണെങ്കിൽ നമ്മളെക്കൊണ്ട് മറപ്പിച്ചു കളഞ്ഞ ആ ഏറ്റവും പ്രധാനപ്പെട്ട സത്യം എന്തായിരിക്കും? യോഹന്നാന്റെ രഹസ്യപുസ്തകം ഈയൊരു ചോദ്യം നമ്മുടെ മുന്നിലേക്കിട്ട് തരികയാണ്. നമ്മൾ കാണുന്ന ലോകത്തിനപ്പുറത്തേക്ക് നോക്കാനും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ പരമമായ സത്യത്തെ കണ്ടെത്താനും അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.